നമസ്കാരം, ഞാൻ നിയുക്ത പ്രവീൺ. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിലേക്ക്. രാജ്യസഭാ എം പി ഹാരിസ് ബീരാൻ മുഖേന പി.കെ. കുഞ്ഞാലിക്കുട്ടിയാണ് ഹർജി സമർപ്പിക്കുക. ഇതൊരു വാർത്ത. ഇനി അടുത്തത്, സുഡാപ്പി തലവൻ, അതായത് SDP തലവൻ അല്ല, സഹതലവൻ മുഹമ്മദ് ഷാഫിയും സുപ്രീം കോടതിയിലേക്ക് പോയിട്ടുണ്ട്. ഇതേ കാര്യത്തിന് തന്നെയാണ് പോയത്. അതിനിടെ കോൺഗ്രസ്സുകാരും പോയിട്ടുണ്ട്. അതിന്റെ മികവൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും മുസ്ലിം ലീഗുകാരും സുഡാപ്പികളും ഇവിടെ നിന്ന് സുപ്രീം കോടതി തേടി പോയിട്ടുണ്ടേ. ഇതെല്ലാം ഓരോ പാർട്ടികളുടെ കാര്യമാണ്. മുസ്ലിം ലീഗ് ആയാലും SDP ആയാലും എങ്ങനെയുള്ള പാർട്ടികളാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. എന്നാൽ യഥാർത്ഥ മുസ്ലിം ജനതയ്ക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതാണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്. സുൽത്താൻപൂരിൽ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ എത്തിയപ്പോൾ മുസ്ലിം സമൂഹം ചെയ്തത് എന്താ? സർക്കാരിനുള്ള പിന്തുണ പ്രഖ്യാപിച്ച് ബില്ലിന് നന്ദി അറിയിക്കുകയായിരുന്നു അവർ ചെയ്തത്. പ്രദേശവാസികളുമായി അദ്ദേഹം ഇടപഴകുന്നതിനിടെ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആളുകൾ അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുകയും ചെയ്തു. ഇനി മറ്റൊരു സംഭവം, ശ്രീരാമന്റെ കൃപയാൽ മുത്തലാഖിൽ നിന്നും മോചനം ലഭിച്ചു. വഖഫ് ബിൽ പാസ്സായി. രാമനവമി ദിനത്തിൽ ശ്രീരാമന് ആരതി നടത്തി മുസ്ലിം സ്ത്രീകൾ പറഞ്ഞ കാര്യങ്ങളാണിത്. ഉറുദുവിൽ എഴുതിയ രാമഭക്തി ഗാനങ്ങൾ മുസ്ലിം സ്ത്രീകൾ ആലപിച്ചു. രാമനവമി ആയാലും സാധാരണ മുസ്ലിം ജനങ്ങൾ ആഘോഷിക്കും. അവർ സന്തുഷ്ടരാണ്. ഈ വഖഫ് ഭേദഗതി ബില്ലിന് പ്രശ്നം പിന്നെ ആർക്കാണ്? കോൺഗ്രസ്സുകാരെ നമ്മൾ കൂട്ടേണ്ട കാര്യമില്ല. പിന്നെ മുസ്ലിം ലീഗിനാണോ അതോ സുഡാപ്പികൾക്കാണോ? രേഖകളില്ലാതെ ഭൂമി കൈവശപ്പെടുത്തിയവർക്കല്ലേ പൊള്ളേണ്ട കാര്യമുള്ളൂ. അല്ലാത്തവർക്ക് വേറെ പ്രശ്നങ്ങൾ വരേണ്ട കാര്യമില്ലല്ലോ. മുസ്ലിം ലീഗും സുഡാപ്പികളും അപ്പോൾ ഇതിനെ എതിർക്കുന്നത് എന്തുകൊണ്ടെന്ന് മനസ്സിലായല്ലോ അല്ലേ? മുനമ്പത്ത് വന്ന് മത്സ്യത്തൊഴിലാളികളുടെ ഭൂമി തങ്ങളേതാണെന്ന് പറഞ്ഞ വഖഫ് കേരളത്തിൽ മാത്രമല്ല ഈ പ്രവൃത്തി ചെയ്തിരിക്കുന്നത്, UPയിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഇത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് വഖഫ് കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്ന ഓരോ ഇഞ്ച് ഭൂമിയും തിരിച്ചു പിടിച്ച് അവിടെ സ്കൂളുകളും ആശുപത്രികളും പണിയുമെന്ന് യോഗി പറഞ്ഞത്. SDP-ക്കാർക്കും മുസ്ലിം ലീഗുകാർക്കും ചുമ്മാതല്ല പൊള്ളുന്നത്. ഞാൻ കൂടുതൽ പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്ന വിശ്വാസത്തോടെ നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 0208586651 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.